8ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നമസ്കാരം. ഇംഗ്ലീഷിലെ മിസ്റ്റീരിയസ് പിക്ചറാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 ടീച്ചർ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും പാർട്ട് 1 കാണുക. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടീച്ചർ ഇടാം, അതിൻ്റെ ലിങ്ക്. അതുപയോഗിച്ച് പാർട്ട് 1 കാണുക. പാർട്ട് 1 എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിൽ ടില്ലും ഡോങ്കിയും കൂടിയിട്ട് നല്ല രസകരമായി വാഴുകയാണ്. ടില്ലും ഡോങ്കിയും എവിടെയാണെന്നാണ് പറഞ്ഞേ? വേർ ആർ ദേ? യെസ്, ദേ ആർ ഇൻ ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം 5th paragraph. Before long, supper was served, and it was like a wedding feast. The tables were loaded with every kind of food and drink. അപ്പോൾ സദ്യയിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കില്ലേ, അതുപോലെ നല്ലൊരു ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ ആണ് അവർക്ക് അവിടെ കിട്ടുന്നത്. ആർക്ക്? നമ്മുടെ ടില്ലിന് തന്നെ. പലതരത്തിലുള്ള ഫുഡും പിന്നെ ഡ്രിങ്ക്സും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ടില്ലിന്. വൈനൊക്കെ ഇങ്ങനെ വെള്ളം പോലെയാണ് കിട്ടണേ. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. The archduke made till and drink until his stomach was about to burst. വയറ് പൊട്ടിപ്പോണ വരെയാണ് ഭക്ഷണം കഴിക്കണേ. The archduke too ate heartily. His face was flushed with drink. അപ്പോൾ ഈ വൈൻ കഴിച്ചിട്ട് നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് തൊടുത്തു. ബട്ട് he seemed lost in thought. പക്ഷേ അദ്ദേഹം ആലോചിക്കുകയാണ് ആർച്ച്ഡ്യൂക്ക്. He suddenly looked up and said loudly. ലൗഡ്ലി എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയാം. അപ്പോൾ വേഗം ഉറക്കെ പറയാണ്. Our court painter must paint our portrait so that we will have the satisfaction of leaving our memory to our descendants എന്ന് പറഞ്ഞ പിൻഗാമികൾ. അപ്പോൾ ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, നമ്മുടെ കോർട്ട് പെയിൻറ്റർ ഒരു ചിത്രം ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ ഓർമ്മ, മെമ്മറി, അതായത് ഓർമ്മ, നമ്മുടെ പിൻതലമുറയ്ക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു ചിത്രം നമ്മുടെ കോർട്ട് പെയിൻറ്റർ ചെയ്യണം. We too have to take our place in history along with our noble ancestors whose portraits adorn these walls. അപ്പോൾ ഈ പാലസിൽ ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ മുന്നേ ജീവിച്ചിരുന്നവർ, അതായത് അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ, അതിനാണ് ആൻസിസ്റ്റേഴ്സ് എന്ന് പറയുക. അവരുടെ ചിത്രം ഇരിക്കുന്നുണ്ട് ചുമരിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാനായിട്ട് ഒരു ചിത്രം വേണമെന്നാണ് ആർച്ച് ഡ്യൂക്കിൻ്റെ വിഷ്. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെ തന്നെ ചിന്തിക്കുന്നത് എത്ര വിഷമകരമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ think fit to summon us, but our portrait should be painted. നമ്മളെ ദൈവം എപ്പോഴാണ് വിളിക്കാൻ വരുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ചിത്രം എന്തായാലും പെയിൻറ് ചെയ്യണം. Till quickly replied, Our Lordship's slightest wish is to me command. All the same, I do feel rather unhappy about painting your Lordship all by yourself. ടില്ല് പറഞ്ഞു, ഞാൻ താങ്കളുടെ ആഗ്രഹം ഒരു കമാൻഡായി തന്നെ സ്വീകരിക്കുന്നു. പക്ഷേ രാജാവേ, താങ്കൾ തന്നെയാവുമ്പോൾ ഒരു രസവുമില്ല. അതാണ് ഈ പറയുന്നത്. ഈസ് ഇറ്റ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീയിങ് ലോൺലി ഫോർ എവർ? ഡോണ്ട് യു തിങ്ക്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദാറ്റ് ഹിസ് ഹൈനസ് should be accompanied at least by Her Highness, her ladies, the noble generals and captain who adorn this court? അപ്പോൾ ആ ഫീസ്റ്റിൽ കുറച്ച് പേരും കൂടി ഇരിക്കുന്നുണ്ട് സദ്യക്ക്. അവരെന്നെ വിളിക്കുകയാണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിങ്ങൾക്ക് തോന്നുന്നില്ലേ നമ്മുടെ രാജാവിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പത്നിയും അവരുടെ അക്കമ്പനി ചെയ്യുന്നവരും അവരെ കൂടെയുള്ളവരും പിന്നെ ജനറൽസും ക്യാപ്റ്റനും ഒക്കെ ഉണ്ടാവണ്ടേ? എന്തിൻ്റെ കാര്യമാണ് പറയുന്നത്? യെസ്, അദ്ദേഹം പെയിൻറ് ചെയ്യാൻ പോകുന്ന പോർട്രേറ്റ്, ആ ചിത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എ കോർട്ട് ലൈക്ക് ദിസ് ഹാസ് ഫ്യൂ റൈവൽസ് ഇൻ സ്പ്ലെൻഡർ, ലവ്ലിനെസ് ആൻഡ് chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. Valor means courage, ധൈര്യം. Beauty means സൗന്ദര്യം. അങ്ങനെ ഈ സൗന്ദര്യമുള്ളവരുടെയും ധൈര്യമുള്ളവരുടെയും ഒക്കെ ഇടയിൽ
നമ്മുടെ രാജാവിനെയും ലോർഡ് രാജാവിനെയും ലേഡി രാജ്ഞിയെയും ഇങ്ങനെ ചന്ദ്രൻ തിളങ്ങി നിൽക്കുന്ന പോലെ തിളങ്ങി ഞാൻ നിർത്തിക്കും. എങ്ങനെ? പടം വരച്ചിട്ട്. അതാണ് ഇവിടെ ടില്ലു ഉദ്ദേശിച്ചത്. The Archduke thought that it was a good idea. Well, my friend, your painting will be a great piece of art. What reward do you expect for it? എന്ത് പ്രതിഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? 100 pieces of gold. You can pay me now or later, just as you please. അപ്പോൾ ഒരു 100 ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എനിക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് തന്നോളൂ. ഇന്നാ പിടിച്ചോ 100 ഗോൾഡ് കോയിൻ. അങ്ങനെ രാജാവ് ടില്ലിന് കൊടുത്തു. മൈ ലോർഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. ഇറ്റ് വിൽ ഫോർ എവർ ബേൺ ഇൻ യുവർ ഓണർ. ടില്ലി പറഞ്ഞു, ലോർഡ്, നിങ്ങൾ വളരെയധികം ഉദാരമതിയാണ്. നിങ്ങൾ എൻ്റെ ചിരാതിൽ എണ്ണ നിറച്ചിരിക്കുന്നു. അതെന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടുള്ള ആദരസൂചകമായി കത്തിക്കൊണ്ടേയിരിക്കും. The next day, Till asked the Archduke to allow him to see all the courtiers who were to be painted along with him. അപ്പോൾ അടുത്ത ദിവസം ടില്ല് അനുവാദം ചോദിച്ചു നമ്മുടെ ആർച്ച് ഡ്യൂക്കിനോട്. അവിടെയുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും, രാജാവിൻ്റെ കൂടെ പെയിൻറ് ചെയ്യാനുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും കാണാനായിട്ടുള്ള അനുവാദം. They came and saw him one by one. The first to come was the commander-in-chief of the army. അപ്പോൾ ഓരോരുത്തരായിട്ട് ടില്ലിനെ കാണാൻ വരാണ് കേട്ടോ. ആദ്യം വന്നത് കമാൻഡർ-ഇൻ-ചീഫാണ് ആർമിയുടെ. He was a short, fat, bald man with an enormous paunch. He whispered in Till's ear, "When you paint my picture, remember, you are to make me look handsome." അപ്പോൾ ഈ കമാൻഡർ-ഇൻ-ചീഫില്ലേ, അദ്ദേഹം ഒരു ചെറിയ കുറുകിയ എന്ന് വെച്ചാൽ നല്ല വണ്ണമുള്ള ഒരു മൊട്ടത്തലയനാണ് കേട്ടോ, ഒരു കൊടന്ത വയറൊക്കെ ആയിട്ട്. അയാൾ ടില്ലിൻ്റെ ചെവിയിൽ പറയാണ്, നീ പെയിൻറ് ചെയ്യണ സമയത്ത് എന്നെ നല്ല ഭംഗിയിൽ പെയിൻറ് ചെയ്യണം, അത് നീ ഓർത്തിരുന്നു. If you do not make my stomach look flat, I will have you hanged. Remember, I was once a very handsome soldier. ഞാനൊരു കാലത്ത് നല്ലൊരു സോൾജറായിരുന്നു, സുന്ദരനായിട്ടുള്ളത്. അപ്പം നീ എൻ്റെ വയറൊക്കെ നല്ല ഭംഗിയിൽ ഫ്ലാറ്റായിട്ട് ഒട്ടിച്ചേർന്നിട്ട് അല്ല നീ വെക്കണേന്ന് വെച്ചാൽ ഞാൻ നിന്നെ ശരിയാക്കും. ഹാങ് ചെയ്യുന്ന പറഞ്ഞത്, അതായത് നിന്നെ ഞാൻ തൂക്കും. An elderly lady came next. She had a large hump on her back. "Sir Painter," she said softly, "make me look young and beautiful. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn into pieces." അടുത്തത് വരുന്നത് ഒരു വയസ്സായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ. ആ സ്ത്രീക്ക് പുറത്ത് ഒരു കൂനുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, "സർ പെയിൻറ്റർ, എന്നെ നല്ല യങ്ങും ബ്യൂട്ടിഫുള്ളൊക്കെ ആയിട്ട് വരയ്ക്കണം കേട്ടോ, നല്ല ചെറുപ്പമായിട്ട് വരയ്ക്കണം. അപ്പം എൻ്റെ ബാക്കിലുള്ള ഹമ്പൊക്കെ മാറ്റി നല്ല ഭംഗിയിൽ വരച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കഷ്ണം കഷ്ണമായിട്ട് നുറുക്കിക്കളയും." A young lady who was the companion of the Duchess came in as soon as the old lady left. ആ വയസ്സായ സ്ത്രീ പോയപ്പോൾ ദേ അടുത്ത യങ് ലേഡി വരുന്നു. She was young and pretty but had lost 3 of her front teeth in an accident. അവർ നല്ല സുന്ദരിയൊക്കെ തന്നെയാണ്, പക്ഷേ അവരുടെ മുൻവശത്തുള്ള 3 പല്ലുകൾ പോയിട്ടുണ്ട് ഒരു ആക്സിഡൻറ്റിൽ. She warned Till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. അപ്പോൾ അവർ പറയാണ്, അവരുടെ പിക്ചറിൽ, ടില്ല് വരയ്ക്കുന്ന അവരുടെ പിക്ചറിൽ അവർ നന്നായി ചിരിച്ചിരിക്കണം, നല്ല പേളി ടീത്തായിട്ട്, നല്ല ഭംഗിയുള്ള പേള് പോലത്തെ പല്ലൊക്കെ ആയിട്ട് ചിരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കഷ്ണം കഷ്ണമായിട്ട് ശരിയാക്കും. അതായത് എൻ്റെ ലവറിനെ കൊണ്ടാണ് ശരിയാക്കുക എന്നാണ് ഈ ലേഡി പറയുന്നത്. ലവർ ആരാണെന്നറിയോ? നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് തന്നെ.
Similar requests and threats continued until he had finished with the last of the courtiers. അങ്ങനെ എല്ലാ കോർട്ടിയേഴ്സും വന്ന് ഇങ്ങനെ ഓരോ റിക്വസ്റ്റ് അല്ലെങ്കിൽ ത്രെറ്റ്, ഒന്നുമില്ലെങ്കിൽ അപേക്ഷ രൂപത്തിലായിരിക്കും അല്ലെങ്കിൽ ഭീഷണി രൂപത്തിലായിരിക്കും ഈ ടില്ലിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail. You are to paint all my courtiers exactly as we seen them. If you leave out a mole, a pimple, or a single grey hair, I will have you slaughtered like a pig." ആർച്ച്ഡ്യൂക്ക് ടില്ലിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ആൾക്കാരെല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിട്ട് അതേപോലെ എക്സാക്ട്ലി അതേപോലെ തന്നെ വേണം നമ്മുടെ പെയിൻറ്റിങ്ങിൽ, ഈ പോർട്രേറ്റിൽ. അല്ലാന്ന് വെച്ചാലോ ചെറിയൊരു മോള്, ഒരു കുത്തോ, ഒരു പിമ്പിള്, ഒരു ചെറിയ മുഖക്കുരുവോ അല്ലെങ്കിൽ ഒരു ഹെയറോ ഒക്കെ വിട്ടു പോയാൽ പോലും പന്നീനെ വെട്ടണ പോലെ ഞാൻ വെട്ടുട്ടോ എന്നാണ് ആർച്ച് ഡ്യൂക്കിൻ്റെ കൽപ്പന. Till coolly thought things over and said to himself. അങ്ങനെ ടില്ല ആലോചിക്കുക, അവനാനെ തന്നെ ആലോചിക്കുക, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവാന്ന്. "If I paint this picture, I shall certainly be killed." ഞാൻ ഈ പിക്ചർ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ കൊല്ലും. "Either the Archduke will have me slaughtered like a pig." ഒന്നുമില്ലെങ്കിൽ ആർച്ച്ഡ്യൂക്ക് ആവും കൊല്ല, പന്നീനെ വെട്ടണ പോലെ തന്നെ വെട്ടും. "For having disobeyed him, or the courtiers will have me murdered for painting them." അല്ലെങ്കിൽ ചിലപ്പോൾ കോർട്ടിയേഴ്സ് ആവും കൊല്ല, അവരുടെ പോലെ തന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സാക്ട്ലി പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോർട്ടിയേഴ്സ് കൊല്ലും. എന്താണെന്ന് വെച്ചാൽ അവരെക്കാളും ഭംഗിയായിട്ട് പെയിൻറ് ചെയ്യണമെന്നാണല്ലോ അവർ പറഞ്ഞിട്ടുള്ളത്. "In either case, I am to die. What am I to do? Perhaps it is wiser not to paint this picture at all." ഏത് രീതിയിലായാലും ഞാൻ മരിക്കും, ഇനി ഞാൻ എന്ത് ചെയ്യും? പിക്ചർ പെയിൻറ് ചെയ്യാതിരിക്കുകയാണ് ബുദ്ധി എന്ന് ടിൽ സ്വയം വിചാരിച്ചു. The following day he asked the Archduke for the hall where he was to paint the picture. അടുത്ത ദിവസം ആർച്ച്ഡ്യൂക്കിനോട് ടിൽ ഹാൾ ആവശ്യപ്പെട്ടു. എന്തിനാ? അവന് പിക്ചർ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട്. He was shown a large room with bare walls. അവന് ഒരു വലിയ റൂം കാണിച്ചു കൊടുത്തു. അതിൻ്റെ ചുമരുകളിലൊന്നും പെയിൻറ് ചെയ്തിട്ടില്ലായിരുന്നു. Till asked for thick curtains to be hung on the wall. He wanted his painting to be protected from the flies and the dust. അപ്പോൾ ടില്ല് നല്ല കട്ടിയുള്ള കർട്ടൻസ് വേണമെന്ന് പറഞ്ഞു ഈ വോൾസ് മറയ്ക്കാൻ. അപ്പം അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അവൻ്റെ പെയിൻറ്റിങ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. ഫ്ലൈസിൽ നിന്നും, അത് പലതരത്തിലുള്ള പ്രാണികളിൽ നിന്നും പിന്നെ പൊടിയിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. He also asked for 3 assistants to help him in mixing colors. The Archduke gave him all that he asked for. ടിൽ അവന് 3 അസിസ്റ്റൻസിനെയും കൂടി വേണമെന്ന് പറഞ്ഞു കളർ മിക്സ് ചെയ്യാനായിട്ട്. അവൻ ചോദിച്ചതെല്ലാം ആർച്ച്ഡ്യൂക്ക് അവന് കൊടുത്തു. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. അങ്ങനെ 30 ദിവസത്തേക്ക് ടില്ലും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു, പിന്നെ നല്ല ഫൈനായിട്ടുള്ള വൈനുകൾ കുടിച്ചു. On the 31st day, the Archduke thrust his nose in through the door and said, "It is time that you finished the painting. I am eager to see it. Is it ready?" അങ്ങനെ 31ാമത്തെ ദിവസം ആർച്ച്ഡ്യൂക്ക് ഇങ്ങനെ ചെറിയ ദ്വാരത്തിൽ കൂടെ ഇങ്ങനെ മൂക്കിട്ടിട്ട് ചോദിക്കുക, ആ ഡോറിൻ്റെ സൈഡിൽ കൂടെ മൂക്കിട്ടിട്ടേ ചോദിക്കുക, "സമയമായോ പെയിൻറ്റിങ് കാണാനായിട്ട്? ഞാൻ ആകാംക്ഷയോട് കൂടി നിൽക്കാണ്. പെയിൻറ്റിങ് റെഡിയായോ?" Till said that the picture was being completed and that he needed some more days to finish it. കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയം കൂടി ഫിനിഷ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞു. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or 2 did not matter, he said. ആർച്ച്ഡ്യൂക്ക് പറഞ്ഞു, പിക്ചർ എല്ലാ രീതിയിലും പെർഫെക്റ്റ് ആയിരിക്കണം, കുഴപ്പമില്ല, ഞാൻ 1 വീക്കോ ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ഒക്കെ കാത്തിരിക്കാം, അതൊന്നും വിഷയമല്ല എന്ന് പറഞ്ഞു. Till and his companions continued their merrymaking for another fortnight.
In the 45th day, once again the Archduke poked his nose in through the door. ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ 2 ആഴ്ചക്കാലം. വീണ്ടും 2 ആഴ്ച ടില്ലും കമ്പാനിയൻസും നല്ല സന്തോഷകരമായി ആസ്വദിച്ചു. അങ്ങനെ 45ാമത്തെ ദിവസം വീണ്ടും ആർച്ച് ഡ്യൂക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കാണ് ഡോറിൻ്റെ ഉള്ളിൽ. Isn't it time that the picture was complete? പിക്ചർ കംപ്ലീറ്റ് ആവാനായിട്ട് സമയമായില്ലേ? He asked. Till said that the portrait was being given the finishing touches. He begged for some more time. കുറച്ച് ഫിനിഷിംഗ് ടച്ചും കൂടി വരുത്താനുണ്ട്, കുറച്ചും കൂടി സമയം വേണം. The Archduke said that his delay did not matter so long as he did an excellent job. അപ്പോൾ അസലായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിലേ ഒന്നും ആയാലും കുഴപ്പമില്ല. But he added, you should either complete the picture within 15 days or you should show me the unfinished picture now. ഒന്നുകിൽ നീ 15 ദിവസത്തിനുള്ളിൽ ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ പണി തീരാത്ത പിക്ചർ, വരച്ചു തീരാത്ത ആ പിക്ചർ എനിക്ക് കാണിച്ചു തരണം. Till promised to complete the picture within 15 days, saying that only a few minor details remained to be filled in. 15 ദിവസത്തിനുള്ളിൽ പിക്ചർ തീർത്തു കൊടുക്കാമെന്ന് ടില്ല് പ്രോമിസ് ചെയ്തു. ഇനി കുറച്ച് മൈനർ, അതായത് വളരെ ചെറിയ കാര്യങ്ങളുള്ളൂ അത് ഫില്ല് ചെയ്യാനായിട്ട്. Should your lordship see the painting now, you would not be satisfied with it, he said. ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത് കിങ്, അതായത് ആർച്ച് ഡ്യൂക്കിനെ തന്നെയാണ്. അപ്പോൾ ലോർഡ്ഷിപ്പ് ഇപ്പോൾ പെയിൻറ്റിങ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സന്തോഷമാവില്ല, ഒരു സാറ്റിസ്ഫൈ ആവില്ല, ഒരു സംതൃപ്തി കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ടിൽ പറഞ്ഞു. ടിൽ ആൻഡ് ഹിസ് കമ്പാനിയൻസ് എൻജോയ്ഡ് ദംസെൽസ് ഫോർ യെറ്റ് അനദർ ഫോർട്ട്നൈറ്റ്. അങ്ങനെ അടുത്ത 2 ആഴ്ചയും ടില്ലും കമ്പാനിയൻസും നന്നായി സന്തോഷിച്ചു. ദേ എൻജോയ്ഡ്. On the 16th morning, അങ്ങനെ 16ാമത്തെ ദിവസം, the Archduke forced his way into the room and said, റൂമിലേക്ക് അങ്ങോട്ട് തള്ളി കയറി വന്നിട്ട് പറഞ്ഞു, I must see the picture at once. Where is the picture? എനിക്ക് ഇപ്പോൾ കാണണം പിക്ചർ. Where is the picture? Draw those curtains apart. The picture is ready, my lord. ഇപ്പോൾ രാജാവിനെ മൈ ലോഡ് എന്ന് വിളിക്കുക. പിക്ചർ റെഡിയായി മൈ ലോഡ്, announced Till. Then why don't you draw the curtains? എന്നിട്ട് എന്തിനീ കട്ടൻ മാറ്റാഞ്ഞേ? What's the matter? The Archduke asked. എന്താ കാര്യം? I want you to grant me one last favor. ഒരു കാര്യം കൂടി എനിക്ക് അനുവദിച്ചു തരണം, said Till. Please order all the courtiers to assemble in this room. എല്ലാ കോട്ടേഴ്സിനെയും, എല്ലാ ഈ രാജകൊട്ടാരത്തിലുള്ള ആൾക്കാരിനെയും ഇങ്ങോട്ട് വിളിക്കൂ, ഈ റൂമിലേക്ക്. അസംബിൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടാ. ഈ റൂമിൽ ഒരുമിച്ച് കൂടാനായിട്ട് എല്ലാ കോർട്ടിയേഴ്സിനെയും വിളിക്കൂ. When they are here, I want to say a few words to them and then I will draw the curtain. അവരിവിടെ വരുമ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് പറയണം, എന്നിട്ട് ഞാൻ ഈ കർട്ടൻ മാറ്റാം. The Archduke ordered all the courtiers to assemble in the hall. ആർച്ച്ഡ്യൂക്ക് എല്ലാ കോർട്ടിയേഴ്സിനോടും ഈ ഹാളിലേക്ക് വരാൻ പറഞ്ഞു. Till addressed them, my lord, ladies and gentlemen, the picture is ready. അപ്പോൾ അവരെ അഭിസംബോധന ചെയ്യാണ് രാജാവിന് ആദ്യം മൈ ലോഡ്, അവരെ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദ പിക്ചർ റെഡി ആയിട്ടുണ്ട്. യു വിൽ നൗ ബി ഏബിൾ ആസ് ഐ ഡ്രോ ദ കർട്ടൻസ് ടു സീ ഹൗ വെൽ ഐ ഹാവ് ഡൺ മൈ വർക്ക്. എത്ര ഭംഗിയായിട്ടാണ് ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ കാണാം. യു ക്യാൻ ഓൾ അഡ്മയർ മൈ വർക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വർക്കിനെ അഡ്മയർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആരാധിക്കാം. ബട്ട് ഐ മസ്റ്റ് വാൺ യു ദാറ്റ് ദർ ഈസ് സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദിസ് പിക്ചർ. ഞാൻ നിങ്ങളെ പ്രത്യേകം വാൺ ചെയ്യണു, ഒരു കാര്യമുണ്ട് വളരെ സ്പെഷ്യലായിട്ട് ഈ പിക്ചറിനെ കുറിച്ച്. ഓൺലി ദോസ് എമംഗ് യു ഹു ഹാവ് നോബിൾ ബ്ലഡ് ഇൻ യുവർ വെയിൻസ് വിൽ ബി ഏബിൾ ടു സീ ദിസ് പെയിൻറ്റിങ്. ആരുടെ ശരീരത്തിലാണോ രാജരക്തം, നോബിൾ ബ്ലഡ് എന്ന് പറഞ്ഞ രാജരക്തമുള്ളത് അവർക്ക് മാത്രമേ ഈ പെയിൻറ്റിങ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓൾ ദ റെസ്റ്റ്, whatever their rank or position, will see nothing but a blank wall. Now I will draw the curtains. Till flung the curtains aside.
ബാക്കി എല്ലാവർക്കും ആ ബ്ലാങ്ക് വോളിൽ ഒന്നുമില്ലാത്ത ആ വോളിൽ ഒന്നും കാണാൻ സാധിക്കില്ല. അത് അവരുടെ റാങ്ക് എത്ര വലുതായാലും അവരുടെ പൊസിഷൻ ഏതായാലും ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പം ഞാനിനി കർട്ടൻ എല്ലാം മാറ്റാം. അന്ന് പറഞ്ഞ് ആ ടിൽ ആ കർട്ടൻ എല്ലാം മാറ്റി. The courtiers outdid one another in showing their admiration for the picture. അപ്പം നമ്മുടെ courtiers എല്ലാവരും പിക്ചറിനെ ഇങ്ങനെ ആരാധിച്ച് പറയാണ് കേട്ടോ. They praised Till for his splendid painting. അവർ ടില്ലിനെ പുകഴ്ത്താണ്. ഇത്ര നല്ല പെയിൻറ്റിങ്ങാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. സ്പ്ലെൻഡിഡ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായ പെയിൻറ്റിങ്. They remarked how natural each one of them looked in the picture and eagerly pointed out their friends and acquaintances. അപ്പോൾ അവർക്ക് പരിചയമുള്ള ഓരോരുത്തരെ നിൽക്കണ പോലെ പറയാണ്. ആ പിക്ചറിൽ നോക്കിയിട്ട് ഫ്രണ്ട്സിനെ പറയുന്നു, പിക്ചറിൽ നോക്കിയിട്ട് പരിചയക്കാരെ പറയുന്നു. All of a sudden, the Duke's jester leaped into the air and shouted, "All of you knew that I am a fool and I have no blue blood in my veins. I can see no picture but only a blank wall." അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ ജസ്റ്റർ വിദൂഷകൻ അങ്ങോട്ട് ചാടി വീണിട്ട് പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാനൊരു ഫൂളാണ്, ഒരു വിദൂഷകനാണ്. എനിക്ക് ഈ ബ്ലൂ ബ്ലഡ് ഒന്നുമില്ല. ബ്ലൂ ബ്ലഡ് എന്ന് പറഞ്ഞാൽ നോബിൾ ബ്ലഡ് ഒന്നുമില്ല എൻ്റെ വെയിൻസിൽ. വെയിൻ എന്ന് പറഞ്ഞാൽ ഞരമ്പുകൾ. ഐ ക്യാൻ സീ നോ പിക്ചർ, അതായത് എനിക്ക് പിക്ചറൊന്നും കാണാനില്ല. എനിക്ക് കാണാനുള്ളത് ഒരു ബ്ലാങ്ക് വോളാ, ഒന്നുമില്ലാത്ത ഒരു ചുമര് മാത്രം. When fools begin to talk, observed Till, it's time for wise men to walk. ഫൂൾസ് വിഡ്ഢികളൊക്കെ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ബുദ്ധിയുള്ളവർ വേഗം പോട്ടെ. He calmly strode out of the hall and rode away on his donkey. എന്ത് ചെയ്തു? ടില്ലിന് മനസ്സിലായി കാര്യം പൊളിയാൻ പോവാന്ന്. ടില്ല് വേഗം ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഡോങ്കിയുടെ മീതെ കയറി വേഗം ഓടിച്ചു പോയി. His feathers in his cap danced in the gentle breeze. ആ ഇളം കാറ്റിൽ അവൻ്റെ തൊപ്പിയുടെ മീതെയുണ്ടായിരുന്ന തൂവലുകൾ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. ഫ്രണ്ട്സ്, how was the story? Hope you like this story. I will come with another video. Do watch all. Thank you. Your Jinsi teacher.